Hey guys, welcome back to another video. ഇന്ന് നമ്മളുള്ളത് ബ്ലാക്ക് സ്പൈഡി ആണ്. ഞാനിപ്പം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോയമ്പത്തൂരാണ്. കാരണം ഈ വണ്ടി തേടി വന്നത്. ഈ വണ്ടി നാട്ടിൽ നിന്ന് എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എന്തോരം സ്പെഷ്യാലിറ്റി ഉള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ജസ്റ്റ് ഒരു R15 V3 മോഡലല്ല. ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന കിറ്റ് R6 കിറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് തമിഴിലും കുറച്ച് മലയാളത്തിലും ആയിരിക്കും. കാരണം നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നതുകൊണ്ട് ബ്രോയ്ക്ക് അത്ര മലയാളം എന്ത് അറിയത്തില്ല, അപ്പോഴത്തെ എനിക്കാണെങ്കിൽ തമിഴും അറിയത്തില്ല. അപ്പോൾ ഞങ്ങളിത് മിക്സ് ആക്കി ആയിരിക്കും കൂടുതൽ സംസാരിക്കുന്നില്ലേ. അപ്പോൾ ബ്രോ ഈ വണ്ടി എന്നാ എടുത്തത്? இது 2021 மாடல். 2021 மாடல். அதுக்கப்புறம் ஃபர்ஸ்ட் என்ன மோடிஃபிகேஷன் பண்ணேன்? ஃபர்ஸ்ட் நார்மலா 4.1 அண்டர்பில்லி, அதுக்கப்புறம் மாஸ்க்கு செய்துட்டு இருந்தேன். பைய ஸ்டெப் பை ஸ்டெப் ஆயிட்டு ப்ரோ மாடிஃபை. ஃபர்ஸ்ட் அது நார்மல் மாடிஃபை செய்து, அதுக்கப்புறம் நான் ஷாப்லாம் வச்சிருந்தேன். ஓகே, மாடிஃபை ஷாப் வச்சிருக்கேன். அதுக்கப்புறம் ஒர்க் எல்லாம் இது பண்ணி இது இந்தோனேஷியா கிட் அங்க இருந்து இம்போர்ட் செய்து மாடிஃபை பண்ணிருக்கேன். ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വണ്ടി ആദ്യം ഒരാൾ എടുത്തു കഴിഞ്ഞാൽ തന്നെയും വണ്ടി പെട്ടെന്ന് ഒരു മോഡിഫിക്കേഷൻ നടത്തത്തില്ല. പെയ്യെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല മോഡിഫൈ. അപ്പോൾ ബ്രോയും അങ്ങനെ തന്നെയാണ് പെയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് മോഡിഫൈ ചെയ്തത്. ஆஃப்டர் இது கிட்டு போட்டுட்டு இருக்கு. அதுக்கப்புறம் வந்து பாத்தீங்கன்னா இதுல ஆக்சரிஸ் நிறைய ஆட் பண்ணிருக்கு. இது என்னன்னா மிரரு, அதுக்கப்புறம் இது விங்லெட், அதுக்கப்புறம் ஸ்பாய்லரு. ഈ വിംഗ്ലെറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് என்ன വിംഗ്ലെറ്റ്? இது வந்து V3 யோட விங்லெட் ആണ്. V3 யோட இது ஸ்பாய்லர், ஸ்பாய்லர் விங்லெட். இது வந்து R3 யோட விங்லெட். ஓகே ஓகே, R3 விங்லெட் ஆல்டர் பண்ணி ஃபிட் பண்ணிருக்கோம். அதுக்கு அப்புறம் வீல் கவர் வீல் கவர் போட்டுருக்கு. அது കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് R6 കിറ്റിലെ ഒരു ടൈൽ. R6 കിറ്റിലെ വരുന്ന ടൈൽ സിംഗിൾ ഡ്രൈവ് വണ്ടിയാണ്. സിംഗിൾ ഡ്രൈവ്. അപ്പം R6നോട് അത്രയും താല്പര്യമുണ്ടോ? മീൻസ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്? இது கிட்டு பார்த்தேன் நானு ஆன்லைன்ல பாக்கும்போது சரி ஓகே யாரும் கொண்டுட்டு வரல. ஓகே, நம்ம பண்ணா கொஞ்சம் டிஃபரெண்டா இருக்கும். ஓகே, வண்டி ரொம்ப பல்கியா இருக்கும். ஃபர்ஸ்ட் டைம் பாக்கும்போது R1M கிட்டுக்கோட இது வந்து நல்லா இருக்கும். குவாலிட்டி வைஸும் சரி, லுக் வைஸும் சரி, அதோட கொஞ்சம் டிஃபரெண்டா இருக்கும். അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തോ ഒരു അപ്ഡേറ്റ് ചെയ്തു. ഹാൻഡിൽ ബാറിൽ ഇങ്ങനെ நிறைய மாடிஃபிகேஷன் பண்ணிருக்கேன். இதுல என்னன்னா ஒரிஜினல் கில் சுவிட்ச்லாம் எடுத்தாச்சு. ஒரிஜினல் எடுத்துட்டு MT15ஓட கில் சுவிட்ச் செல்ஃபோட, அதுக்கப்புறம் த்ராட்டில் கேபிளும் வந்து பாத்தீங்கன்னா MT15 தான். அப்புறம் பிரம்போ இது வந்து கேன் வேற டம்மி தான், டம்மியா தான் மாட்டிருக்கு. அப்புறம் ஹேண்டில் கவர் மாட்டிருக்கு. அதுக்கப்புறம் கிரிப்பு லிவருக்கு இது 160 அப்பாச்சி 160யோட லிவர், கிளட்ச் எல்லாம் வந்து 160யோட. അത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കാർബൺ ഫൈബറിന്റെ ഡിപ്പാണോ വന്നേക്കുന്നത് അതോ സ്റ്റിക്കർ ആണോ? இது ராப் ஃபுல்லா ராப் ஆயிட்டு வந்தேக்குது. கார்பன் ஃபைபர், சில்வர் எல்லாமே ஃபர்ஸ்ட் Black கலர் பெயிண்ட் பண்ணியாச்சு. பெயிண்ட் பண்ணிட்டு அப்புறம் ராப் பண்ணிட்டோம். கார்பன் ஃபைபருக்கு ராப், சில்வர் ராப். അപ്പൊ ഈ വീലിന്റെ ക്യാപ്പും കാര്യങ്ങളെല്ലാം അഡീഷണൽ ആയിട്ട് നമ്മൾ വെച്ചേക്കുന്നതല്ലേ? അഡീഷണലാ വെച്ചിരിക്കും. അത് ഒരു ഡിസ്ക് இருந்தா വണ്ടി பெருசா தெரியாது. அது மறைக்கிறது. எப்போ மோஸ்ட்லி பின்னாடி போடுவோம். சரி இந்த வண்டிக்கு ஃப்ரண்ட்ல போட்டு பார்க்கலாம் பார்த்தோம். വണ്ടി கொஞ்சம் ലുക്ക് വൈസ് നല്ല இருக்கும். ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടി ബ്രോ നേരത്തെ ഒരു സ്വന്തം വണ്ടി ചെയ്തിരുന്നത്, ഇപ്പൊ അത് റേസിന് ബ്രോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോഴത്തെ വണ്ടി ഇപ്പൊ ബാംഗ്ലൂരിൽ അയച്ചേക്കോ. അപ്പൊ ആ വണ്ടിക്ക് അത് കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ബ്രോ അത് വേറെ വണ്ടിയിൽ അസംബിൾ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നേക്കുന്നതാണ്. അതില് വീലെല്ലാം സിൽവർ പെയിന്റ്, ഫുഡ് റെസ്റ്റ് എല്ലാം ഓൾട്ടർ ചെയ്തേക്കുന്ന, കട്ട് ചെയ്ത് കളഞ്ഞേക്കോ. ഓക്കെ, வைசர்ல வந்து V4 ஓட வைசர். வந்து இந்தோனேஷியா வைசர். சிங்கிள் பிக் பபிள் வைசர். நார்மல் வைசர் இல்ல இது. ஓகே, இங்க கிடைக்கிற லோக்கல் வைசர். இந்தோனேஷியா மாடல் வைசர். மிரர் வந்து ஜெட் எக்ஸ்டெண்டரோட காப்பி மிரர் ஃபர்ஸ்ட். மிரர் வந்து ஜெட் எக்ஸ்டெண்டரோட ஃபர்ஸ்ட் காப்பி மிரர். ஓகே. இது ஃபர்ஸ்ட் வந்து Black கலர் தான் பெயிண்ட் பண்ணிடணும். கிட்டு ஃபுல்லா Black தான். ஏன்னா வண்டி ஒரிஜினாலிட்டி வந்து பிளாக்கே பண்ணிடணும். ஓகே, கிட்டு வந்து அந்த அளவுக்கு தெரியல. மார்னிங் தெரியுது, நைட் வந்து அந்த அளவுக்கு பல்கினஸ் தெரியாது. வண்டில வீடியோஸ்ல எல்லாம் பெருசா தெரியல. சரி, அதுக்காக மேல வந்து சில்வர் ராப் பண்ணோம். സിൽവറും കാർബൺ ഫൈബർ മിക്സ് ചെയ്ത് വന്നേക്കുന്നത്. അത് വളരെ നല്ല ഒരു പാറ്റേൺ, നല്ല രീതി വന്നിട്ടുണ്ട് കാർബൺ ഫൈബർ ആയതുകൊണ്ട്. கிட்டு மட்டும் போட்டிருந்தாலும் நார்மல் பைக் மாதிரி தான் தெரிஞ்சிருக்கும். ஓகே, அது கொஞ்சம் பெருசா தெரியும், சூப்பர் பைக்காட்ட தெரியணுங்கிறதுக்காக தான் எக்ஸாஸ்ட், அதுக்கப்புறம் இந்த ஸ்பாய்லர், விங்லெட் எல்லாமே, மிரர் எல்லாமே ஆல்டர் பண்ணி அப்படியே மாத்திட்டோம்.
ஹேண்டில்லே வந்து பாத்தீங்கன்னா டிசைன் வந்து കാര്യങ്ങൾ എല്ലാം R6 எல்லாம் இந்த மாதிரி தான் Brembo இருக்கும். ஓகே. அதனால நம்ம அது கொஞ்சம் லுக் வைஸ் அந்த மாதிரி தெரியணும்ன்றதுக்காக அப்படி பண்ணிட்டோம். അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ യൂസ് ചെയ്തേക്കുന്ന ടയർ എന്തിന്റെയാണ്? ടയർ வந்து ട്രാക്ക് ടയർ അല്ലേ? സോഫ്റ്റ് റബ്ബർ ഫെർലിയോടത്. ഫെർലിയോടെ ബാക്കിൽ வந்து 180 സൈസ് ടയർ, 180 സൈസ്, ഫ്രണ്ടിൽ வந்து 120. പക്ഷെ അതൊരു ബേസിക് ഒരു ഫാക്ടർ ആണ് വണ്ടി ബൾക്ക്നെസ് തോന്നിക്കാൻ വേണ്ടി. അപ്പൊ ഈ ഒരു സിംഗിൾ പില്ലൻ വരുമ്പോഴത്തേക്ക് അതിന് ഡിസ്കംഫോർട്ട് ഉണ്ട്, വേറെ ആരും വെക്കാൻ പറ്റത്തില്ല അതല്ലോ. സിംഗിൾ ഡ്രൈവ് കറക്റ്റാ இருக்கும். ഇത് ഉടஞ்சிரும், രണ്ട് പേര് പോണോ കണ്ടിപ്പോ ഉടஞ்சிரும். ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതെങ്കിലും അപ്ഡേറ്റ് മാക്സിമം ആയിട്ട് ചെയ്തിട്ടുണ്ടോ? മാക്സിമം എന്നോட വണ്ടിയിൽ സീറ്റ് കവർ பண்ணிருந்தேன். சீட் கவர் வண்டி இல்லாதனால அது இல்ல. வண்டியா இல்ல. சீட் கவர் பண்ணிருந்தேன். அதுக்கு அப்புறம் Brembo கேன்ல பின்னாடி போட்டுருந்தேன். ഓക്കെ. ഞാൻ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഇതിനകത്ത് ആഡ് ചെയ്യാം. കാരണം എങ്ങനെയാ വണ്ടി ഇരുന്ന് കറക്റ്റ് ഇപ്പൊ ഈ സമയത്ത് വണ്ടി ബാംഗ്ലൂർ ആയിപ്പോയോണ്ടാണ്. അല്ലായിരുന്നു ഇതിനകത്ത് ഇച്ചിരൂടെ ഇതായിട്ട് നമുക്ക് കാണിച്ചു തരാനുണ്ടായിരുന്നേനെ. അതില് പെയിന്റിംഗ് എല്ലാം பண்ணிருந்தோம். എഞ്ചിൻ ചേസ് ഫുൾ റീപെയിന്റ് பண்ணிருந்தோம் വണ്ടി. ഓക്കെ. മറ്റേ സ്വിച്ചസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സ്വിച്ചസ് എല്ലാം വെച്ചിരുന്നു, റേസിംഗ് ടൈപ്പ് സ്വിച്ചസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സോസ്റ്റിലേക്ക് വരാം. നമ്മള് ബേസിക് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റ് ആണ്. ഇതിന്റെ ഫുൾ സിസ്റ്റം വെച്ചേക്കുന്നില്ലേ? ഫുൾ സിസ്റ്റം. അന്യായ സൗണ്ട് എന്ന് പറഞ്ഞാൽ അന്യായ സൗണ്ടാ. അപ്പൊ ഈ എക്സോസ്റ്റിലേക്ക് വരാൻ இது வந்து ஏஆர் எக்ஸாஸ்ட். ஃபுல்லா பெண்ட் பைப் எடுத்து நார்மலா ஃபிட் பண்ணாம ஃபுல்லாமே கட் பண்ணி ஒரே பைப், பெண்ட் பைப்போட எக்ஸாஸ்ட் இருக்கும். தனியா ரிமூவ்லாம் பண்ண முடியாது. சிங்கிளா ஒரே பைப்போட வந்து எக்ஸாஸ்ட் வந்துரும். ഓക്കെ ഓക്കെ. ഫുൾ ഓപ്പൺ കോർ, സൗണ്ട് ரொம்ப ലൗഡ്. ரொம்ப ഞാനിപ്പോ വരുമ്പോ തന്നെ ഇത് കേട്ടായിരുന്നു. ഭയങ്കര ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൗഡ് ആയിരുന്നു. കാരണം അത്യാവശ്യത്തിൽ കൂടുതൽ യൂസ് കറക്റ്റാ இருக்கும். ട്രാക്ക് യൂസ് ചെയ്യുന്നതിന് കറക്റ്റ് ആയിരിക്കും. പക്ഷെ അല്ലാതെ നമുക്ക് ഇപ്പൊ കേരളത്തിലായിരുന്നു ഇത് 2 ദിവസത്തിനുള്ളിൽ എന്തായാലും MVD പിടിച്ചേനെ. ഇവിടെ അപ്പം MVD പോലീസ് ഏതും സീനില്ല. മീൻസ് എക്സോസ്റ്റിന് സീൻ പ്രോബ്ലം இருக்கு. மத்த கிட் പ്രോബ്ലം കളർ மட்டும் ചേഞ്ച് பண்ணணும். ഓക്കെ. വെളിയിൽ നിന്ന് ഒരാൾ കാണുമ്പം അത് என்ன சொல்லிட்டு இருக்கு ஆளுകള്? நல்லா இருக்கு, கொஞ்சம் டிஃபரெண்டா தெரியும். நார்மல் மாடிஃபை பண்ணதோட இது கொஞ்சம் பெருசா தெரியும். நல்லா இருக்கு. ஆனா மெயினா மைனஸ் சொல்றது எக்ஸாஸ்ட் தான் ரொம்ப லவுடா இருக்கும். எக்ஸாஸ்ட் ரொம்ப லவுடான காரணம் ലോക്കലിൽ നമ്മൾ 1-2 കിലോമീറ്റർ എടുப்போம், அப்ப மட்டும் ரொம்ப ലൗഡா இருக்கும். മൈലേജ് വേരിയേഷൻസ് കാണിക്കുന്നുണ്ടോ? മൈലേജ് ടെസ്റ്റ് பண்ணல, 40 கிடைக்கும். 45. நார்மல் ஸ்டாக்ல வந்து எனக்கு 50 கிடைச்சிச்சு. ஓகே ஓகே. 45 40. അപ്പൊ ബ്രോ ഇത് നമുക്കിപ്പോ ഒരാൾക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എത്രയാ വരുന്നത്? கிட் வந்து 20,000 வரும். ஓகே. நான் பெயிண்டிங்ல வரும். பெயிண்டிங் வந்து ஃபுல் பைக் ரீபெயிண்ட். ஃபுல் பைக் பாத்தீங்கன்னா 18,000 டு ஸ்டார்டிங் 18,000 ൽ സ്റ്റാർട്ടിംഗ് ഇരിക്കും. ഓക്കെ. അപ്പം 18,000 രൂപ സ്റ്റാർട്ടിംഗ് വരും. നമുക്ക് പെയിന്റ് ചെയ്യണമെങ്കിൽ ഫുൾ റീപെയിന്റ് ചെയ്യണമെങ്കിൽ, ഒരു വണ്ടി ഫുൾ റീപെയിന്റ് ചെയ്യണമെങ്കിൽ ഒരു 18,000 രൂപയെങ്കിലും നമ്മൾ മുടക്കേണ്ടി വരും. കിറ്റിന് വരുമ്പോഴത്തേക്ക് 20,000 വിത്തൗട്ട് പെയിന്റ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു 38-40,000 வந்து ஸ்டார்டிங். இந்த மாடலுக்கு 38-40 வரும். 38-40 ഈ ഒരു മോഡൽ ചെയ്യണമെങ്കിൽ 38-40,000 ആവും. അത് പോകെ എക്സ്ട്രാ ആക്സസറീസ് മിററും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പൊ എത്ര വരുന്നത്? മിറർ 2,500. ഓക്കെ. 2,500. സ്പോയിലർ 2,500. ஓகே. அதுக்கப்புறம் விங்லெட் 700. எல்லாமே வந்து நான் பெயிண்டிங்ல இருக்கும். ஸ்பாயிலர், விங்லெட் எல்லாமே வந்து நான் பெயிண்டிங் தான் இருக்கும். ஆமா. அதுக்கப்புறம் எக்ஸாஸ்ட் வந்து பாத்தீங்கன்னா இது நான் பண்ணது. எக்ஸாஸ்ட் வந்து ஒவ்வொரு பிராண்டுக்கு தகுந்த பிரைஸ். இது வந்து எனக்கு பெண்ட் பைப், ஏஆர் எக்ஸாஸ்ட் எல்லாம் சேர்த்து 12,000 வந்து 12,000 வந்துடுச்சு. அது போக உங்களுக்கு இது லிவர், எம்டி சுவிட்ச், இது இந்த ஹேண்டில் கவர், கேன், ஓகே, இதெல்லாம் கனெக்ட் பண்ணும்போது அது ஒரு 4,000 to 5,000 ആവും. ഓക്കെ. ആക്സസറീസ് മാത്രം. ഈ ഒരു ബെൻ പൈപ്പിന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് ബ്രോ തനിയെ ചെയ്തെടുപ്പിച്ചതാണ്? ബെൻ തനിയെ செஞ்சതാണ്. ഓക്കെ. இது பாதி வரையும் ரெடிமேடு பைப். ரெடிமேட் பைப் 3யோட ரெடிமேடு பைப், BS6 இந்த ரெடிமேடு பைப். അത് മീതി പാതിയൊക്കെ നമ്മളെ ചെയ്തതാണ്. ഓക്കെ ഓക്കെ. അത് നല്ലൊരു പ്രോസസ് ആയിരുന്നാണല്ലോ. ഇത് 10 days ആയിടുച്ച്. അപ്പൊ അതിന്റെ എഫേർട്ട് എടുത്തതിന് കാണുന്നുണ്ട്. കാരണം ഇത് ഫുൾ സിസ്റ്റം ആയതുകൊണ്ട് ലൗഡ് സൗണ്ട് ആണ് മേക്ക് ചെയ്യുന്നത്. അത്യാവശ്യത്തില് എക്സ്ട്രീം സൗണ്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഞാനിപ്പോ ഈ ഒരു ഇതേപോലത്തെ ഒരു സൗണ്ട് പണ്ട് ഈ NSന്റെ അണ്ടർബെല്ലിൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരുമായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ 2 ഇരട്ടിയായിട്ട് സൗണ്ടാ വരുന്നത് ഫുൾ എക്സസ്. ഓക്കെ. അപ്പൊ പെയിന്റിംഗ് ചാർജസ് ആണ് അപ്പൊ ഇത്രയും വരുന്നത്. അപ്പൊ റാപ്പിംഗ് വരുമ്പോഴത്തേക്ക് ഇത് ബ്ലാക്ക് കളർ വണ്ടി. ഫസ്റ്റ് வந்து மாடல் வந்து black வண்டி. அது அதுக்கு வந்து 18,000 பெயிண்ட் பண்ணி எல்லாமே பண்ணியாச்சு. ஓகே.
இதுக்கப்புறம் எக்ஸ்ட்ரா நான் பண்ணியிருக்கிறது வந்து ரேப் பண்ணியிருக்கேன் சில்வர் கார்பன் ஃபைபர் ரேப் பண்ணியிருக்கு. ஓகே சில்வர் இது குரோமுக்கு வந்து ரேப்புக்கு வந்து 8000 வந்து 8000 கார்பன் ஃபைபருக்கு வந்து 3000 சேஸ் கவரு அதுக்கப்புறம் பின்னாடி டோர் கவரு டேங்க் அதுக்கப்புறம் மீட்டர் கவர் எல்லாமே வந்து கார்பன் ஃபைபர். ഓക്കെ അപ്പൊ അതിനൊരു 8000 റുപ്പീസ് ആയിട്ടുണ്ട്. റാപ്പിംഗ് സിൽവർ റാപ്പിംഗ് 8000 കാർബൺ ഫൈബർ 3000 ടോട്ടൽ 11000 വെച്ച്. പിന്നെ ഈ വീലിന്റെ ക്യാപ്പും കാര്യങ്ങളും വരുമ്പോഴേ വീൽ കവർ வந்து இது 5m തിക്നെസ് 5m തിക്നെസ് 17 ഇഞ്ചസ് ഇത് 16 ഇഞ്ചസ് கிடையாது 17 ഇഞ്ചസ് ഇത് வந்து ഫിറ്റിംഗ് ചാർജോടെ എല്ലാം சேர்த்து 2300 വരും. ഓക്കെ പിന്നെ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി R15 ഉണ്ടെങ്കിൽ തന്നെയും V3 എഡിഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അപ്പോൾ എത്ര രൂപ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കാവുന്നത്. പക്ഷേ ഇതേപോലെ ആക്കിയെടുക്കുന്നതിന്റെ ഗുണമെന്ന് വെച്ചാൽ റെയർ ആയിരിക്കും, എല്ലാവരുടെയും കാണത്തില്ല. അതാ ഇത് മോഡിഫിക്കേഷൻ பண்ணாலும் உங்களுக்கு മോസ്റ്റ്ലി കിറ്റ് പെയിന്റിംഗ് കസ്റ്റമേഴ്സ് കൂടുതലും ചെയ്യുന്നത്. ഓക്കെ அது செஞ்சா ஒரு 3840 ஒன்னு ரெண்டு ஆக்சரிஸ் பண்ணா 40000 45000 அந்த ரேஞ்சுக்குள்ள നീറ്റാ பண்ணிக்கலாம். സ്പോയിലർ ഒക്കെ പോട്ടാ 45. ഓക്കെ അപ്പൊ ഈ ഇതിന് വരുന്ന പ്രൈസും കാര്യങ്ങളും வைசர் வந்து 900 ആണ് ഇന്തോനേഷ്യ வைசர். ഇത് കിറ്റുക്ക് വர வைசர் വേற കിറ്റുക്ക് വരുന്ന ഓക്കേ வைசர் വേற நம்ம வந்து இது எக்ஸ்ட்ரா மாட்டிக்க. ஓகே அதுல வர்றது போக நம்ம ஒன்னு ரெண்டு எக்ஸ்ட்ரா ஆட் பண்ணிருக்கோம். ഓക്കേ അപ്പൊ ബ്രോ ഈ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാവോ? ഓക്കേ ബ്രോ സ്റ്റാർട്ട് നിങ്ങളെ സ്റ്റാർട്ട് എക്സോസ്റ്റ് നമ്മളിപ്പം കേൾപ്പിച്ചതുപോലെ എല്ലാം അടുത്ത് നിൽക്കുന്ന രണ്ട് ചെവിയും പോയി, ചെവിയെ നല്ല രീതിയിൽ പടർന്നുണ്ട്. അപ്പം ഇവിടെ ഇപ്പം പോലീസിന് എക്സോസ്റ്റിന്റെ സീൻ വരുമില്ലേ? കിറ്റിനും കാര്യങ്ങളൊന്നും കിറ്റിക്ക് ഒരു പ്രോബ്ലം ഇല്ല. എക്സാസ്റ്റിനാ കൺഫേം ആയിട്ട് കേസ് ആകും. ഓക്കെ അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമ്മുടെ നാട്ടിൽ മോഡിഫിക്കേഷൻ സീനാണ്. ഇവിടെ മോഡിഫിക്കേഷൻ വലിയ സീൻ വരുന്നില്ല, പക്ഷേ എക്സോസ്റ്റിന് സീൻ വരും എന്തായാലും. കാരണം എക്സോസ്റ്റ് പിന്നെ ഇത് ഭയങ്കര ലൗഡ് ആയതുകൊണ്ട് ചെവി രണ്ടും പോയിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ട്രാക്ക് യൂസ് ഇത് ഓക്കെ லோக்கல் யூஸ் வந்து இந்த மாதிரி பண்ணக்கூடாது. இதுல டேஞ்சர் லைட் ப்ரொஜெக்டர் எல்லாம் நான் போடவே இல்லை. ஓகே எதுவுமே போடல. அது ட்ராக் யூஸ்னால எதுவுமே போடல. இதுவே நம்ம ஸ்ட்ரீட் யூஸ் பண்ணும்போது டேஞ்சர் லைட் எல்லாமே டிஆர்எல் எல்லாமே பண்ணி கொடுத்துரும். ஓகே இது நார்மல் எக்ஸாஸ்ட்ல இருக்கு, அக்ரா போய்க்குல அதெல்லாம் நார்மல் டிபிக்குல இருந்த மாடல்ல இருக்கு. அது வேணா போட்டுக்கலாம். அது சவுண்ட் அந்த அளவுக்கு പെരുസല്ല. ഇത് നല്ല എക്സ്ട്രീം ലൗഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലൗഡ്, രണ്ട് ചെവിക്കല്ലും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നത് സ്പൈഡിയാണ്. അപ്പോൾ സ്പൈഡിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ID താഴെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ താങ്ക് യു വണ്ടി തന്നതിലും പിന്നെ റിവ്യൂ ചെയ്യാൻ വിളിച്ചതിനെല്ലാം വളരെ സന്തോഷം. ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ടും പുള്ളി ഇതെല്ലാം എടുത്ത് അസംബിൾ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ തന്ന് എന്നെ ഒന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. അപ്പം താങ്ക് യു ബ്രദർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അടിച്ചു പൊട്ടിച്ചോളൂ. അപ്പോൾ ബൈ ഗൈസ്. ഓക്കെ ബൈ.